ഇമാം അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹുവിനോട് ഒരാൾ ചോദിച്ചു, ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ദിവസമേ ബാക്കിയുള്ളൂ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ വ്യാപൃതനാകും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹുവിന് രോഗശയ്യയിലായി. മരണമാസന്നമായ വേളയിൽ അടുത്തിരുന്ന ഒരാൾ കലിമ ചൊല്ലിക്കൊടുത്തു. അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോ മഹാനവറുകൾക്ക് അതൊരു അലോസരമായി തോന്നി. ഉടനെ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, താങ്കൾക്ക് ഇക്കാര്യം വ്യക്തമായി അറിയില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരു മുഅ്മിനിനെ വേദനിപ്പിക്കുമോ എന്നാണ് എൻ്റെ പേടി. എന്നിട്ട് മഹാനവറുകൾ തുടർന്ന് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ മരണമാസന്നമായ ഒരാളുടെ അടുക്കൽ ചെന്ന് കലിമ ചൊല്ലിക്കൊടുത്തു കഴിഞ്ഞാൽ, അത് അയാൾ ഏറ്റു ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതോടെ നിർത്താം. പിന്നെ അയാൾ വേറെ വല്ലതും സംസാരിച്ചാൽ മാത്രമേ അയാൾക്ക് വീണ്ടും കലിമ ചൊല്ലിക്കൊടുക്കേണ്ടതുള്ളൂ. അങ്ങനെ അയാളുടെ അവസാന മൊഴി കലിമയായി തീരണം. ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലിക്കൊടുക്കേണ്ടതില്ല എന്നർത്ഥം. അങ്ങനെ മഹാനവറുകളുടെ ആ അഭിലാഷവും പൂവണിഞ്ഞു. മരണം വരെ മറ്റുള്ളവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണമെന്ന ആഗ്രഹവും സഫലമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരോടൊപ്പം നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ. നാം ഒന്ന് ഓർക്കേണ്ടതുണ്ട്, മരണമാസന്നമായ ഒരടുക്കൽ ചെന്ന് അവർക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ ചവിട്ടിൽ പോയി കലിമ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കേണ്ടതില്ല എന്നർത്ഥം. നിങ്ങൾ അവിടെ നിന്ന് ഒന്ന് ഉറക്കെ ചൊല്ലിയാൽ മതി, അതവർ കേട്ട് ചൊല്ലിക്കോളും. ചൊല്ലു ചൊല്ലു എന്ന് പറയേണ്ടതില്ല. അങ്ങനെ ആ രോഗി കലിമ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതോടെ അത് നിർത്തുകയും വേണം. കാരണം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോകത്തും നമ്മളെ വിജയിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.